ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സലീസ് കിച്ചൺ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് നല്ല അടിപൊളി ചീസി ബ്രെഡ് സാൻഡ്വിച്ച് ഓംലേറ്റ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എന്ന് നോക്കാം. ഇത് നമുക്ക് നല്ല ഹെവി ആയിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യണം. നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഞാനിവിടെ അങ്ങനെ പ്രത്യേകിച്ചിട്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഉള്ളിയും തക്കാളിയും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ബാക്കിയുള്ള വെജിറ്റബിൾസ് കുറച്ച് ക്യാരറ്റ്, ക്യാപ്സിക്കം അതൊക്കെ ആഡ് ചെയ്യാം. ഞാനിവിടെ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു 4 ടേബിൾ സ്പൂണോളം, അതേ അളവിൽ തന്നെ തക്കാളിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് ക്യാരറ്റൊക്കെ ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഉണക്കമുളക് പൊടിച്ചെടുത്തതും, ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ മിക്സ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള സാൻഡ്വിച്ച് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടി നമ്മൾ ബ്രെഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അതിൻ്റെ സൈഡ് ഭാഗം കട്ട് ചെയ്ത് മാറ്റിയാൽ മതി കേട്ടോ. ബ്രൗൺ കളറിൽ കാണുന്നത് കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഈ ഒരു ബ്രെഡിൻ്റെ ഓരോ സൈഡിലും കുറച്ച് ടൊമാറ്റോ കെച്ചപ്പാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ടൊമാറ്റോ കെച്ചപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ചീസ് വെക്കണം. ചീസ് വെക്കുന്ന സമയത്ത് നമ്മളെടുത്ത് ഏത് ചീസാണോ ഉള്ളത്, ഏതാണ് താല്പര്യം അതനുസരിച്ച് വെച്ച് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മൊസറല്ല ചീസാണ് ഗ്രേറ്റ് ചെയ്തത് വെച്ച് കൊടുക്കുന്നത്. അതിന് പകരം ചീസ് സ്ലൈസ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. അപ്പോൾ എന്താണോ നിങ്ങൾക്ക് താല്പര്യം അത് വെച്ചതിന് ശേഷം നമ്മൾ സാൻഡ്വിച്ച് പോലെ വേറൊരു ബ്രെഡ് വെച്ച് ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബട്ടർ തന്നെ വേണമെന്നില്ല, നമ്മളെടുത്ത് ഓയിലാണെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ബട്ടറാകുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സാൻഡ്വിച്ച് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് 2 ഭാഗവും ഒന്ന് ജസ്റ്റ് ഒരു ബ്രൗൺ കളറായി ചീസൊക്കെ ഒന്ന് മെൽട്ടായിട്ട് വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് ബ്രെഡൊക്കെ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഇനി ഈ ഒരു പാനിൽ ഞാൻ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ താല്പര്യം പോലെ ബട്ടറോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അതിൽ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ ഏകദേശം ഒരു 2 വലിയ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നടുവിലായിട്ട് ഞാൻ ഈ സാൻഡ്വിച്ച് ഒന്ന് പകുതി കട്ട് ചെയ്തിട്ട് അതിൻ്റെ പകുതിയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കിട്ടാൻ ഈ ഒരു സൈസിലുള്ള പാൻ വെച്ചിട്ട് മടക്കി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വലിയ പാനാണ് വെച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സാൻഡ്വിച്ച് അതേപോലെ ആ ഫുൾ സൈസിൽ തന്നെ വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെയാണെങ്കിൽ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. ഇത് കഴിക്കുന്ന സമയത്ത് ചെറിയ ചൂടോട് കൂടി തന്നെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ഒരുപാട് സന്തോഷത്തോടെ കഴിച്ചോളും. അത്രയ്ക്ക് കുട്ടികൾക്ക് ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് മുതിർന്നവർക്കൊക്കെ ഇഷ്ടമാവും. പിന്നെ ഒരു സാൻഡ്വിച്ച് തന്നെ ഒരാൾക്ക് വയറ് നിറയെ കഴിക്കാനുണ്ടാവും. ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.